വിശ്വാസങ്ങൾ തന്നെയാണ്. ഇപ്പം എനിക്കും പല വിശ്വാസങ്ങളുണ്ടല്ലോ. ഞാൻ പറയുന്നതൊക്കെ എൻ്റെ ഒരു കാഴ്ചപ്പാട് മാത്രമല്ലേ, എൻ്റെ ഒരു കാഴ്ചപ്പാട് മാത്രമാണ്. പക്ഷെ എൻ്റെ കാഴ്ചപ്പാടിന് നിങ്ങളെയും കൂടെ ചിന്തിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിലെന്തോ ഇല്ലേ? ഞാനൊന്നും അടിച്ചേൽപ്പിച്ചില്ലല്ലോ. എൻ്റെ വിശ്വാസം എനിക്ക് ഗുണം ചെയ്യുന്നുണ്ടെന്നുള്ളത് എൻ്റെ ജീവിതം കണ്ടാൽ അറിയാം എല്ലാവർക്കും. അത്രമാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, ലെനയിലെ ഒരു എനിക്ക് ലെനയിലൊരു വിശ്വാസം, ലെനയിലൊരു മാറ്റം കണ്ടപ്പോൾ എനിക്ക് ഇതിലെല്ലാം വിശ്വാസം വരുന്നു. അതെ അതെ, പക്ഷെ ഞാൻ വിശ്വസിക്കാൻ പറഞ്ഞിട്ടില്ല. വിശ്വസിക്കാൻ ഞാൻ ഒരിക്കലും പറയൂല. വിശ്വസിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്ലീസ്, ജീവിതം ജീവിച്ച് തിരിച്ചറിയാനുള്ളതാണ്, വിശ്വസിച്ച് കണ്ണടയ്ക്കാനുള്ളതല്ല. പക്ഷെ അതിൻ്റെ അർത്ഥം നമുക്ക് വിശ്വാസം പാടില്ല, ദൈവവിശ്വാസം പാടില്ല, അച്ഛനും അമ്മയിലെ വിശ്വാസം പാടില്ല എന്നല്ല. നാച്ചുറലി നിങ്ങളുടെ ഉള്ളിലൊരു ചോദ്യം ഉണർന്നു വരുന്നുണ്ടെങ്കിൽ അതിനെ അടിച്ചമർത്തണ്ട, ഒന്ന് അന്വേഷിച്ച് പോയിക്കോളൂ, അതിനെ പേടിക്കേണ്ടെന്നേ ഞാൻ പറയുന്നുള്ളൂ. ദൈവവിശ്വാസം ഒരു 80% ആൾക്കാർക്ക് അവരുടെ ലൈഫിലെ ഏറ്റവും വലിയ തുണയാണ്. വേറെ എന്ത് പോയാലും ദൈവം എന്നെ കൈവിടില്ല എന്ന് പറയുന്ന ആൾക്കാർ, അവർക്കത് ആവശ്യമാണ്. അവർ സീക്കേഴ്സ് അല്ല. എല്ലാവരും തേടലും ആത്മീയ പാതയിൽ പോകേണ്ടവരല്ല. എല്ലാവരും അതല്ല ചെയ്യേണ്ടത്. അപ്പോൾ ദൈവവിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ആ ദൈവവിശ്വാസം അവർക്ക് മനസമാധാനവും ജീവിതത്തിലെ സംതൃപ്തിയും സന്തോഷവും കൊടുക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ ദൈവത്തിനോട് മാത്രം പ്രാർത്ഥിച്ച് നിങ്ങൾ പീസ്ഫുള്ളായിട്ട് ജീവിക്കൂ. ആരെയും ബുദ്ധിമുട്ടിക്കാതെ നിങ്ങളും ബുദ്ധിമുട്ടാതെ ജീവിക്കൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പറയാം. യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതെ, തേടൽ യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. തേടലില്ല ഇപ്പോൾ. തേടല് നേരത്തെ തീർന്നു. 2004 തേടൽ കഴിഞ്ഞു. പിന്നെ ആ തേടലിനെ പ്രകടിപ്പിക്കാനുള്ള വാക്കുകൾക്കുള്ള ഒരു തേടലായിരുന്നു. ഇപ്പൊ അതൊക്കെ വാക്കുകളും പൂർണ്ണമാകുകയാണ് ഈ പുസ്തകത്തോടു കൂടി. അതെ, അതാണ് സമാധാനമായി, സമാധാനത്തിലാണ്. ഇപ്പോൾ ഉള്ളത്. വളർച്ച നടന്നുകൊണ്ടേയിരിക്കും, നമുക്ക് തിരിച്ചറിവുകൾ നടന്നുകൊണ്ടേയിരിക്കും നമ്മളെക്കുറിച്ചും. നമ്മൾ ഡെയിലി മാറിക്കൊണ്ടേയിരിക്കും. മാറ്റം നമുക്ക് നിർത്താൻ പറ്റില്ല. നമ്മൾ മാറിക്കൊണ്ടേയിരിക്കും, നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കും. ആ വളർച്ച നല്ലതിനാണോ അതോ അധപതനത്തിലേക്കാണോ എന്നുള്ളത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നാളുകളെ കുറിച്ച് ചിന്തിക്കുമോ? നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെ ഇരുന്നു, ഇനി നാളെ എനിക്കിതാണ് എന്നൊരു ചിന്താഗതി തേടലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ, അതായത് ഈ നാളെ എന്ന് പറയുന്നത് വളരെ പ്രായോഗികമായിട്ടുള്ള സെൻസിലാണെങ്കിൽ, നാളെ എനിക്ക് ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ടോ, നാളെ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് പ്രാക്ടിക്കലായിട്ട്, നാളെ വീട്ടിലേക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള എന്തെങ്കിലും സാധനമുണ്ടോ എന്ന് ഇന്ന് രാത്രി നോക്കുന്നത്, അതല്ല നമ്മൾ സാധാരണഗതിയിൽ. ആ നാളെയാണ് സംസാരിക്കുന്നെങ്കിൽ ഇന്നത്തെ ഒരു കണ്ടിന്യൂഷനാണത്, അല്ലേ? അത് വെറുതെ നമ്മൾ ഈ 24 മണിക്കൂറാണ് ഒരു ദിവസം എന്ന് നമ്മൾ തീരുമാനിച്ചതുകൊണ്ടാണ് പെട്ടെന്ന് ഇന്നും നാളെ ഉണ്ടായത്. അല്ലെങ്കിൽ സമയം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണല്ലോ. അപ്പോൾ അത് തന്നെ അങ്ങനെ നടന്നു പോയിക്കോളും. പക്ഷെ നമ്മൾ ഈ വളരെ ഫിലോസോഫിക്കലായിട്ടൊരു നാളെ എന്ന് പറയുന്ന ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പല കാര്യങ്ങളും നമുക്കറിയാം, ഇങ്ങനെയൊക്കെ പോയാൽ അങ്ങനെയൊക്കെ വരൂ എന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ, ഏകദേശം ജീവിതം കണ്ടിട്ടുള്ളവർക്കും. അപ്പോൾ കുറേയൊക്കെ നമുക്ക് ഓൾറെഡി ഒരു ഊഹമുണ്ട്. പിന്നെ ഉള്ളത് മനസ്സിൻ്റെ ആങ്സൈറ്റിയാണ്. ആൾക്കാർ ഈ നാളെക്കുറിച്ച് ചിന്തിക്കുന്നത് പേടിയാണ്. പേടിയില്ലാത്ത ഒരാൾ നാളെ പറ്റി ചിന്തിക്കുന്നില്ല. ഇന്നത്തെ ഈ സംതൃപ്തിയിൽ ഓൾറെഡി നിറഞ്ഞിരിക്കുമ്പോൾ, ഇപ്പം നിങ്ങൾ നല്ലൊരു ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാളെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവുമെന്ന് ആരും ചിന്തിക്കുന്നില്ല. ഇത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ജീവിതം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക്, ജീവിതം എന്താണെന്ന് അറിയാവുന്ന ഒരാൾക്ക് ജീവിതത്തിനെ പേടിയില്ല. അതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂസ്ലി നാളെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നില്ല, ഇന്നലെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നില്ല. ഇന്നലെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഡിപ്രഷൻ, നാളെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആങ്സൈറ്റി. ഇത് രണ്ടും ഒഴിവായി കിട്ടും ഇന്നത്തെ ഈ നിമിഷത്തിൽ സംതൃപ്തമായിട്ട് ജീവിച്ചാൽ. അപ്പം അത് അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും. സിനിമകൾ ഇപ്പോൾ പറഞ്ഞ സെലക്ട് ചെയ്യും. ഇനി സിനിമകളിൽ സെലക്ഷൻ ഉണ്ടാവുമല്ലോ, മറ്റത് അങ്ങനെ ഇല്ല. എനിക്ക് എന്നെ തേടി വരുന്ന ഏത് റോളും സ്വീകരിക്കുക എന്നുള്ളൊരു അവസ്ഥയായിരുന്നു ഓൾമോസ്റ്റ്. എല്ലാം എടുക്കില്ലെങ്കിലും ഏകദേശം എന്നെ നല്ലൊരു റോളിന് പറഞ്ഞാൽ അതിൻ്റെ റെമ്യൂണറേഷൻ പോലും ചില സമയത്ത് നോക്കാതെ നല്ലൊരു റോളാണ്, അല്ലെങ്കിൽ ഒരു ദിവസത്തെ ക്യാരക്ടറുള്ളൂ, പക്ഷെ സിനിമയിൽ അത് വളരെ നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടറാണെങ്കിൽ ചെയ്യും. അങ്ങനെ വളരെ ഫ്ലെക്സിബിൾ ആയിരുന്നു. ബിക്കോസ് എനിക്ക് കണ്ടിന്യൂസ്ലി ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയതുകൊണ്ട് വേറെ ഒന്നും ചെയ്യാനില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് കുടുംബമുണ്ട്, എനിക്ക് പുസ്തകങ്ങൾ എഴുതാനുണ്ട്, എനിക്ക് എൻ്റെ വീട് പണി നടക്കുന്നുണ്ട്, കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ കൊച്ചിയിൽ സെറ്റിൽ ആവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ട യാത്രയായിരുന്നു. വിവാഹമൊക്കെ കഴിഞ്ഞപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്?
യാത്രയായിരുന്നു. കുക്കിംഗ്. ഇന്നേ വരെ ഞാൻ ഈ കല്യാണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ കുക്കിംഗ് നമ്മുടെ ലൈഫിൽ ഇല്ലാത്തൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഷൂട്ടിങ്ങിന് പോകും, പിന്നെ പ്രൊഡക്ഷൻ ഫുഡാണ് കഴിക്കുന്നത് 3 നേരം. എന്നിട്ട് തിരിച്ചു വന്ന് നമ്മൾ കുളിക്കും, കിടന്നുറങ്ങും, രാവിലെ ആകുമ്പോൾ വീണ്ടും എണീറ്റ് ലൊക്കേഷനിൽ പോകും. ഇതായിരുന്നു എൻ്റെ ലൈഫ് 26 വർഷം. പെട്ടെന്ന് കല്യാണം കഴിച്ച് ഒരു ബ്രേക്ക് ആയി. എങ്ങനെ കുക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഭാഗ്യത്തിന് കൈപുണ്യം അത് നമുക്ക് ജന്മന കിട്ടണം എന്നുള്ള സാധനം തോന്നുന്നുണ്ട്. അതെൻ്റെ അമ്മ നല്ലൊരു കുക്കാണ്, എൻ്റെ അനിയത്തി നല്ല കുക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു കൈപുണ്യം നാച്ചുറലി ഉണ്ട്. പിന്നെ ഉള്ളത് യൂട്യൂബ് ഇല്ലെങ്കിൽ നമുക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. ഇപ്പം അറിയാം, പക്ഷെ യൂട്യൂബ് ഉണ്ടെങ്കിൽ ഞാൻ പറയാം എന്ത് എളുപ്പമാണ് ഇന്നത്തെ കാലത്ത്, ആരോടും ചോദിക്കണ്ട. ആദ്യം പരീക്ഷണത്തിൽ കൊടുത്തത് എന്തായിരുന്നു? ഇല്ല, ഞാൻ കല്യാണത്തിന് മുമ്പേ കുക്ക് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഞാൻ 2023 മുതലേ ഞാൻ കുക്ക് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ബിക്കോസ് എനിക്ക് തോന്നി നമ്മൾ ഇങ്ങനത്തെ ഹെൽത്തിന് നോക്കണമെങ്കിൽ എല്ലാം പുറത്തുനിന്ന് കഴിച്ചാൽ ശരിയാവില്ല എന്നുള്ള രീതിയിൽ ഓൾറെഡി തുടങ്ങിയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കത് ഈസിലി എൻജോയബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സായി. പക്ഷെ ഇപ്പം എന്തും കുക്ക് ചെയ്യാം എന്നുള്ള അവസ്ഥയാണ്. ബിക്കോസ് നമുക്ക് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, അതെങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്താൽ മതി. ഇപ്പം മെയിൻ പണി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഒരു ദിവസത്തിൽ 3 നേരം ആഹാരം ക്രിയേറ്റ് ചെയ്യാതും നല്ല ഫുഡിയാണ്. കുഴപ്പമില്ല. ഇപ്പോൾ എന്ന് വെച്ചാൽ പ്രശാന്ത് ഏട്ടൻ പറയുന്ന റെമഡിയാണ്, വേറെ ആരുടെ അടുത്തത് പരീക്ഷിച്ചിട്ടില്ല, വേറെ ആർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അദ്ദേഹം നല്ലൊരു ഫുഡിയാണ്. അദ്ദേഹത്തിന്റെ അമ്മ വളരെ നല്ല കുക്കാണ്. എന്ന് വെച്ചാൽ ഭയങ്കര കുക്കാണ് എന്നാൽ അറിയപ്പെടുന്ന എല്ലാവരും പറയില്ലേ, അയ്യോ പ്രമീളമ്മയുടെ ഫുഡ് എന്ന് വെച്ചാൽ അത്രയും, ഞാൻ പറഞ്ഞപ്പോൾ തന്നെ കണ്ടില്ലേ വായിൽ വെള്ളം വന്നു, അത്രയും നല്ല കുക്കാണ്. അപ്പോൾ എൻ്റെ അമ്മയും അത്രയും ഭയങ്കര ബേക്കറും ഭയങ്കര കുക്കിംഗ് ഉള്ള ആൾക്കാരാണ്. കുഴപ്പമില്ല, എല്ലാ സൈഡിലും നമുക്ക് സപ്പോർട്ടും ഉണ്ട്. ഇനി എന്തായാലും എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇലക്ഷനൊക്കെ നടക്കണം. അമ്മയിൽ ഇലക്ഷനൊക്കെ നടക്കുകയാണ്. അമ്മയിൽ ദീർഘകാല എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു. ഇപ്പം എനിക്കൊക്കെ അമ്മയെ ഇപ്പോൾ കാണുമ്പം സങ്കടം വരുന്നു. ഈ ഇലക്ഷൻ വന്നപ്പോൾ എനിക്ക് സങ്കടം തോന്നി. പല രീതിക്കും ചെളിവാരിയിരുന്നു. എത്രയോ ആളുകളുടെ ജീവിതം അവിടെ ഉണ്ടോ അന്നൊക്കെ ഇരിക്കുമ്പോൾ കൈനീട്ടം കൊടുത്തൊരു വ്യക്തിയാണ്. അറിയാലോ ആ അമ്മയുടെ ഇലക്ഷൻ ഇപ്പോൾ എങ്ങനെ കാണും? ഒത്തിരി വാർത്തകൾ കണ്ടു. ഞാൻ സത്യത്തിൽ ഒരു 2023 ഒന്നും വിട്ടു നിന്നിട്ട് ഞാൻ തിരിച്ച് കയറാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് അത് കഴിഞ്ഞ് ഒരുപാട് കോലാഹലങ്ങൾ നടന്ന് ഞാനിവിടെ ഇല്ലായിരുന്നു, ഞാൻ US-ലായിരുന്നു. എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഇൻവോൾവ് ആവാൻ തോന്നുന്നില്ല. എനിക്ക് നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിലും എന്തോ അവിടുത്തെ എനർജി വളരെ സ്കാറ്റേർഡ് ആണ്. ഒരുപക്ഷെ എല്ലാം നല്ലതിനായിരിക്കും. ബിക്കോസ് എപ്പോഴും നമ്മളൊരു ഇങ്ങനെ സ്റ്റാഗ്നൻ്റ് ആയിട്ട് കിടന്ന ഒരു കാര്യത്തിൽ, അതായത് ഇങ്ങനെ എന്താ പറയുക, ഈ ഒഴുക്കില്ലാത്ത വെള്ളത്തിന് മലയാളത്തിലുള്ള വാക്കുണ്ടോ, ഇംഗ്ലീഷിൽ സ്റ്റാഗ്നൻറ്റ് വാട്ടർ എന്ന് പറയും. അത് നാച്ചുറലി ഒരു കാര്യത്തിൽ സംഭവിക്കും. ബിക്കോസ് അത് കുറേ കാലമായിട്ട് അങ്ങനെ ആയി. അപ്പോൾ അതിലാ ചേഞ്ച് ഒരു എല്ലാം കൊണ്ടും അടിമുടി മാറുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ 2023 ആളല്ല 2025 ഞാൻ. അപ്പോൾ അതിൽ കുറേ കോലാഹലം ഉണ്ടായിട്ടാണല്ലോ ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ അങ്ങനെ വിചാരിക്കാം നമുക്ക്. ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞാൻ കാണുന്നത്. എല്ലാം നന്നായി വരും. ഇപ്പോൾ ഒരു ചേഞ്ച് ഓവറിൻ്റെ എന്തൊക്കെയോ നടക്കുന്നു. കുഴപ്പമില്ല, ഇതെല്ലാം കൂടെ കലങ്ങി തെളിഞ്ഞ് നന്നായി വരും തന്നെയാണ്. ഇല്ല, എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷെ ഞാൻ എൻ്റെ ഓൺ ജീവിത യാത്ര കാരണം ഒന്ന് മാറി നിന്നു. അപ്പോൾ എനിക്ക് ആക്ച്വലി ഇപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ഉള്ളിൽ നിന്ന് അറിയില്ല. എല്ലാവർക്കും പുറമേയുള്ള എല്ലാവർക്കും അറിയാവുന്ന പോലെ എനിക്കറിയുള്ളൂ. ഞാനൊരു ഓൾമോസ്റ്റ് 1.5 വർഷമായിട്ട് ഞാൻ ഇവിടെ ഇല്ല. ഞാൻ ആക്ടിങ്ങും ഉണ്ടായിരുന്നില്ല. ഞാൻ ടോട്ടലി ഒരു സെപ്പറേറ്റ് ലൈഫായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ പുറമേയുള്ളവർ കാണുന്ന പോലെയാണ് കാണുന്നത്. തിരിച്ചില്ല എന്ന് പറയുമ്പോൾ വോട്ട് ചെയ്യാൻ പോലും ഉണ്ടാവില്ല. അല്ല, തിരിച്ചില്ല എന്നൊന്നും ഉദ്ദേശിച്ചില്ല. പക്ഷെ ഞാൻ പറയുന്നത്, എനിക്ക് ആ മുമ്പ് ഞാൻ ഒരു ഇൻസൈഡർ ആയിരുന്നല്ലോ. ഞാൻ ഇതിനു മുമ്പ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ആയിരുന്നു. ആ ഒരു ഇൻസൈഡർ എന്നുള്ള ആ സംഭവം ഇപ്പം എൻ്റെ മനസ്സിലില്ല. വോട്ട് ചെയ്യണം. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് അതിൻ്റെ ശരി. എല്ലാവരും വോട്ട് ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വിളികളും എല്ലാം നടക്കുന്നുണ്ട്, ക്യാമ്പയിനിങ് ഒക്കെ നടക്കുന്നുണ്ട്. നല്ല തന്നെ, എനിക്ക് തോന്നുന്നു എല്ലാം നല്ലതിന് തന്നെയാണ്. എല്ലാത്തിനും മാറ്റം വരട്ടെ. മാറ്റം സംഭവിക്കും. മാറ്റം സംഭവിക്കാതിരിക്കാൻ ഒരു വഴിയുമില്ല. മാറ്റം ജീവിതത്തിന്റെ ഒരു രീതിയാണ്. അപ്പോൾ എല്ലാം നന്നാവട്ടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ
അജ്മിയുടെ പുട്ടും വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.